So, hello guys, welcome back to another episode of റോബ്ലോക്സ്. റോബ്ലോക്സ് അല്ല, ബ്ലോക്ക് ഫ്രൂട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെയെങ്കിലും ലെവലപ്പാക്കിയിട്ട് നമ്മൾ ഫ്രോസൺ വില്ലേജിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഫ്രോസൺ വില്ലേജിലേക്ക് പോകാൻ നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് കുറച്ച് പനിയായത് കൊണ്ടാണ് ഇത്രയും ദിവസം വീഡിയോ ഇടാൻ ഞാൻ വീഡിയോ എടുത്ത് വെച്ചായിരുന്നു. പക്ഷേ പനി കാരണം എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് ഞാൻ ബ്ലാക്ക് ക്യാപ്പ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ലൈറ്റ് ഫ്രൂട്ട് ഉണ്ട്. നമ്മുടെ ട്രിപ്പിൾ കട്ടാനിയും ഉണ്ട് കേട്ടോ. നെറ്റ് കുറച്ച് സ്ലോ ആണ്. അപ്പോൾ ഇത് ഞാൻ ഇന്ന് കേട്ടോ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ കുറേ കളിച്ച് ഗ്രൈൻഡ് ചെയ്ത് 316 അത്രയൊക്കെ ലെവലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെയെങ്കിലും ഫ്രോസൺ വില്ലേജിലേക്ക് പോവാനായിട്ടുള്ള ലെവല് കൂട്ടാൻ പോവാണ്. അപ്പോൾ എനിക്കറിയത്തില്ല. ഓക്കെ, നമുക്ക് നോക്കാം. പിന്നെ സോറി, ഇതെൻ്റെ മിസ്റ്റേക്കാണ്. സംഭവം ഞാൻ ഇത് രണ്ടാമത്തെ റെക്കോർഡ് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. സൗണ്ട് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കുന്നില്ല എന്നുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ. അപ്പോൾ സൗണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെഡ്സെറ്റ് വയ്ക്കും. ഓക്കെ, അപ്പോൾ നമ്മളിത് കോസ്റ്റ്യൂം കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഇവരെയാണുള്ള അതിലെ എത്ര ദൂരത്തിലാണോ എത്ര സോ അങ്ങനെ കുറച്ച് ഗ്രൈൻഡ് ചെയ്ത് നമ്മൾ 90 ലെവലാക്കിയിട്ടുണ്ട് കഷ്ടപ്പെട്ടാണ്. ഓക്കെ, നമ്മൾ പിന്നെ ബ്ലാക്ക് ക്യാപ്പ് നമ്മൾ വാങ്ങുന്നൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ കിട്ടേണ്ട ഈ സമയം. ഓക്കെ, അതുകൊണ്ടാണ് ക്ഷമിക്കുക. ഓക്കെ, ഇതിന് എന്നോ കളിച്ചതാണ്. എന്നാൽ നിൽക്കന്നെ ഓർമ്മയില്ല. ഞാനിപ്പോഴാണ് സൗണ്ട് റെക്കോർഡ് കൊടുക്കണമെന്നുള്ളൂ. അന്നേക്ക് മടിയായിരുന്നു. പിന്നെ പനിയായപ്പോൾ നെറ്റില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഒക്കെ ചെയ്തു എന്നുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഇവനെ കൊല്ലുന്നുണ്ട്. സോറി, കൊല്ലല്ല, കില്ലെടുക്കുന്നുണ്ട്. എന്താ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് എന്താ പറയുക, ഒരു ബ്രോ തന്നതാണ് ഈ ഒരു ലൈറ്റ് ഫ്രൂട്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ റബ്ബർ ഫ്രൂട്ടാണ്. റബ്ബർ ഫ്രൂട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ കുറേ ആയിട്ട് കറക്കാൻ നോക്കി, എനിക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. പക്ഷെ കുറച്ചൊക്കെ ഞാൻ അൺലോക്ക് ആക്കിയിട്ടുണ്ട്. ക്യാനോണോ കുറേ അൺലോക്ക് ആക്കിയിട്ടുണ്ട്. മാഷോ സ്ക്രീൻഷോട്ടും സ്മാഷും ക്യാനോണും രണ്ടും മൂന്നെണ്ണമാണ് ഞാനിപ്പോൾ അൺലോക്ക് ആക്കിയിരിക്കണത്. അപ്പോൾ പിന്നെ തൊണ്ടത്തെ കിച്ചിട്ട് ഓക്കെ, അപ്പോൾ നമ്മളിത് ലെവനെയും ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ലോങ് വീഡിയോ ആണ്. ലോങ് വീഡിയോ ആകുമ്പോൾ ഇത് എപ്പോഴാണ് ഇറങ്ങുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെ അടിച്ചടിച്ച് കൊല്ലുന്നുണ്ട്. നമ്മുടെ ലൈറ്ററായി പോയി. ഞാൻ ഓറ വാങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഹാക്കി ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാനങ്ങനെ ഹാക്കി അധികമൊന്നും അങ്ങോട്ട് യൂസ് ചെയ്യത്തില്ല. അപ്പോൾ പിന്നെ പിന്നെ വേറെ സൗണ്ടും കൂടി കേൾക്കാം. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, അപ്പം നമ്മളിത് കഷ്ടപ്പാടിനൊടുവിൽ നമ്മൾ എത്തിയിട്ടൊന്നുമില്ല, അത് വെറുതെ. ഓക്കെ, അപ്പോൾ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്കും ചെയ്യുക. ഓക്കെ, ഇതെടുത്ത് ഓക്കെ ഓക്കെ. അപ്പം നമ്മളിത് ലെബനിയും ലൈറ്റ് എത്ര ബ്രാഞ്ച് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഇത് വെച്ചിട്ട് ബ്രാഞ്ച് അല്ല എന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ 91 ലെവലായി. 91. ഓക്കെ, എനിക്ക് തോന്നുന്നു 91 ലെവലും കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആരും കൊല്ലത്തില്ല. കണ്ടോ, നമ്മുടെ ഫ്രോസൺ വില്ലേജ് എത്തി ഗൈസ്, എത്തി ഗൂസ്, നമ്മളങ്ങനെ എത്തി. ഓക്കെ, അപ്പം സോ അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്രോസൺ വില്ലേജിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, പിന്നെ തുടർന്ന് വീഡിയോയിലൊക്കെ ഞാൻ മ്യൂസിക് ആഡ് ചെയ്യാൻ നോക്കാം. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണെന്ന് ആദ്യമായിട്ടായിരിക്കും. അല്ലല്ല, നമ്മുടെ ഫ്രീ ഫയർ വീഡിയോയിലും ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, ശ്രമിക്കാം. ഓക്കെ, ഈ ആഡ് ചെയ്ത് കണ്ടപ്പോഴാണ് ഞാൻ എന്തായാലും ഡെസേർട്ട് ടു ഫ്രോസൺ വില്ലേജ് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തത്. ഡെസേർട്ട് പിന്നെ ഞങ്ങൾക്ക് കാണിച്ചു തരാം അന്നും കൂടി ഞാൻ ഏറ്റെടുത്തായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഗൂയ്സ് നമ്മൾ ഫ്രോസൺ വില്ലേജിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാട്ടോ നമ്മൾ ഇങ്ങനെയൊക്കെയത്. അപ്പോൾ ഈ ചിലപ്പോൾ ഞാൻ സെക്കൻഡ്സിക്ക് എത്തിയിട്ടായിരിക്കും ഇനി വീഡിയോസ് ഇടാൻ, എനിക്കറിയത്തില്ല. നിങ്ങൾ പറയൂ, ഞാൻ തുടർന്ന് വീഡിയോ ഇടണോ അതോ സെക്കൻഡ്സിൽ എത്തിയിട്ട് വീഡിയോ ഇടണമെന്ന്? കാരണം എനിക്ക് കുറച്ച് മടിയാണ് ഗൈസ്. കാരണം ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നിരിക്കുകയല്ലേ, അപ്പോൾ സ്കൂളിൽ പഠിത്തമുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗം അങ്ങനെ ആർക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് വരിക. ഈ ഒരു ഭാഗത്ത് ഈ ഒരു കേവ് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു കേവിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ എബിലിറ്റി ടീച്ചർ ഉണ്ടാവും. പിന്നെ കളർ സ്പെഷ്യൽ അങ്ങനെ ഒരു നമ്മുടെ ഓരോ കളർ ചെയ്യാനുള്ളതാണ്. ഓക്കെ, കളർ മാറ്റാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു എയർ ജമ്പിനാന്ന് തോന്നുന്നു എത്ര ഇത് ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ 25 ഓറയൊക്കെ ആയിരിക്കും. ഓറേൻ്റെ പ്രത്യേകത ഞാൻ പറയാന്നുണ്ടെങ്കിൽ, അറിയാത്തവർക്കാണ് പറയാന്നുണ്ടെങ്കിൽ, നമ്മൾ ഓറ ഇട്ട് കഴിഞ്ഞ് ആരെ അടിച്ചാലും ഒരു എലമെൻ്റൽ ഫ്രൂട്ടാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ഡാമേജ് ആയിരിക്കും. ഓക്കെ, നമ്മൾ അങ്ങനെയാണ്. നമ്മൾ ഓറ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഡാമേജ് ഏൽക്കത്തില്ല. അപ്പോൾ ഓറ ഇട്ട് കഴിഞ്ഞാൽ അത് ഞാൻ ഹാക്കി എന്നാണ് വിളിക്കുന്നത്, ഹാക്കി ഓറ അങ്ങനെയൊക്കെ പറയാം നമുക്ക്. അപ്പോൾ ഹാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവരെ അടിക്കാൻ പറ്റും. ഓക്കെ, ചിൽ പട്ടാണ്. ഓക്കെ, എന്താ പറയുക ഇവിടെ ഉള്ളത്. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഫ്രോസൺ വില്ലേജിലെത്തിയിട്ട് ഞാൻ ഇനി തുടർന്ന് വീഡിയോ ഇടണോ അതോ സെക്കൻഡ്സിലെത്തിയിട്ട് വീഡിയോ ഉണ്ടോയെന്ന്. കാരണം ഞാനിപ്പോൾ അധികം ഇടാത്തത് സ്കൂളൊക്കെ തുറന്നല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ എലമെൻ്റൽ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേമാതിരി ഇരിക്കും. ഓക്കെ, അപ്പോൾ ഗൈസ് സംഭവം എന്താണെന്ന് വെച്ചാൽ റേഞ്ച് ഒന്ന് പോയി, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്കൊന്നും കൂടി ക്വസ്റ്റ്യൻ എടുക്കാം. അതായത് ഇനിയും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓറിട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കൊടുക്കണേക്കാളും ഇരട്ടി ഡാമേജ്, അതായത് ഇരട്ടി എന്ന് പറയുമ്പോൾ ഒരിരട്ടിയോ രണ്ടിരട്ടിയൊക്കെ ആയിട്ട് ഡാമേജ് നമുക്ക് എനിമിക്ക് കൊടുക്കാൻ പറ്റും. അതായത് ഇവന് കൊടുക്കാൻ പറ്റും. അതിന് ഞാൻ ടെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുഹിർലല്ലോ മങ്കീസ് ഇല്ലേ നമ്മുടെ ജംഗിളിൽ. അപ്പോൾ ഞാൻ ഓറിടാതെ നോക്കി. ഓറിട്ട് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കുറച്ചുള്ളൂ എന്ന് തോന്നുന്നു. കുറച്ച്, അതായത് സംതിങ് ഇത്രയൊക്കെ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഹാക്കി ഇട്ട് കഴിഞ്ഞപ്പോൾ ഒറ്റയടിക്ക് തന്നെ മങ്കീസ് ചത്തു, അതാണ് കാര്യം. ഓക്കെ, അപ്പം എൻ്റെ ചിലപ്പോൾ സെക്കൻഡ്സിലെത്തിയിട്ട് എനിക്കറിയത്തില്ല ഫുൾ ബോഡി ഹാക്കി ആവുമോ എന്ന്. നമുക്ക് ഇനി വരുന്ന വീഡിയോയിലൊക്കെ ചെക്ക് ചെയ്യാം. ഓക്കെ, ചെക്കല്ല, നമുക്കിനി ഫുൾ ബോഡി ഹാക്ക് ഹൗ ടു ഫാസ്റ്റ് ഫുൾ ബോഡി ഹാക്ക് നോക്കണമെന്നുണ്ട്, പക്ഷേ ഇടണമെന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഇനിയാണ് അങ്ങനെ ഇടണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ
നമ്മുടെ പിന്നെ എലമെൻ്റൽ ഫ്രൂട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ ലെവലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ. ഇതിപ്പോൾ ഇപ്പം എന്നെ അടിച്ചത് ഞാൻ ഇപ്പോൾ 91ലാണ്. നമ്മുടെ സ്നോമാന് 100 ലെവലാണ്. അപ്പോൾ സ്നോമാന് എന്നെ അടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ്, അത് ശ്രദ്ധിക്കുക നിങ്ങൾ. നിങ്ങളെക്കാൾ കൂടുതൽ ഇതുള്ളവർക്ക് എലമെൻ്റൽ ഫ്രൂട്ടാണെന്നുണ്ടെങ്കിലും അല്ലാത്ത ഫ്രൂട്ടാണെന്നുണ്ടെങ്കിലും നമ്മളെ തച്ച് കൊല്ലാൻ പറ്റും, നമ്മളെ കൊല്ലാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിത് 92 ലെവലൊക്കെ ആയാൽ നമ്മൾ എന്തായാലും ഈ ഒരു വീഡിയോ നിർത്തുന്നതാണ്. 92 അല്ലെങ്കിൽ 93 ഒക്കെ അറിയത്തില്ല, കാരണം ഇത് എന്നോർത്ത വീഡിയോ ആണ്. എനിക്ക് തന്നെ അറിയില്ല എത്ര ലെവലിലാണ് ഇത് കഴിയുക എന്ന്. അപ്പോൾ നമുക്കിത് ടെസ്റ്റ് ചെയ്യാം. പുറത്തൊക്കെ മഴ പെയ്യുന്നുണ്ട്, അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ഓക്കെ, അപ്പോൾ പുറത്തുള്ള സൗണ്ടൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ. അത് ഇപ്പോൾ ആ സൗണ്ട് കൊണ്ട് എൻ്റെ ഇത് സൗണ്ട് കേട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെഡ്സെറ്റ് വയ്ക്കുക. ഓക്കെ, പിന്നെ ഇത് എപ്പോഴാണ് ഇതാവുകയെന്ന് എനിക്കറിയാം, യൂട്യൂബിൽ അപ്ലോഡ് ആവുകയെന്ന് അറിയില്ല. കാരണം ഇത് 15 മിനിറ്റ് ഉണ്ട്, 15 മിനിറ്റ് 12 സെക്കൻഡ് ആണെന്ന് തോന്നുന്നു. 15 മിനിറ്റ് ഉണ്ട് എന്തായാലും. അപ്പോൾ അങ്ങനെയാണ്, അതുകൊണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാ ഡാർക്ക് സ്റ്റെപ്പിൻ്റെ ഫ്ലൈ ഇത് സോറി ഫ്ലൈ കിക്കോ അത് മാത്രമേ ഞാൻ അൺലോക്ക് ആക്കിയിട്ടുള്ളൂ അന്ന്. ഇപ്പം ഞാനിത് ബ്രേക്കിംഗ് ഡാൻസ് ഉണ്ട്, പിന്നെ എന്തോ ഉണ്ടല്ലോ, ഇത് ഓർമ്മയില്ല അതിൻ്റെ പേരൊക്കെ. നമ്മൾ 4 ബെനിഫിറ്റ് മാത്രമേ കൊന്നിട്ടുള്ളൂ ഗൈസ്. ബെനിഫിറ്റ് അങ്ങനെ തോന്നുന്നു. ഓക്കെ, പിന്നെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും എത്രാം ക്ലാസ്സിലായെന്നും കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അതായത് എനിക്കൊന്ന് ചെക്ക് ചെയ്യാനാണ് എൻ്റെ വീഡിയോ എത്ര ക്ലാസ് ആൾക്കാർ കാണുന്നുണ്ട് എന്ന് നോക്കാനാണ്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ ഒരു ന്യൂബ് വന്നിട്ടുണ്ട്. ന്യൂബ് അല്ല, പക്ഷേ ഫ്രോസൺ വില്ലേജിൽ എത്തിയിട്ടുള്ളൊരു ഇതായിരിക്കും, എനിക്കറിയില്ല. പിന്നെ നമ്മുടെ പ്രസൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് നമ്മുടെ ഒരു ഫ്രൂട്ട് റിമൂവർ എന്ന് പറഞ്ഞൊരു ചെങ്ങായിനെ കാണാൻ പറ്റും. ചെങ്ങായിൻ്റെ മുഖത്ത് മറ്റേ ജോനാഥൻ ജെയിംസിൻ്റെ അല്ലേ മാസ്കാണ് വെച്ചിരിക്കുന്നത്. ഹാക്കറാണെന്ന് തോന്നുന്നു, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഫ്രൂട്ട് റിമൂവർ ഡീലറോ അങ്ങനത്തെ ഒരു പേരായിരുന്നു. അപ്പോൾ ഞാനത് ഇന്നലെയാണ് ശ്രദ്ധിച്ചത്, ഇന്നലെ ആയിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പം ഞാൻ അത് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രൂട്ട് മാറ്റുന്നുണ്ടെങ്കിൽ ആ ചെങ്ങായിൻ്റെ അടുത്ത് പോയിട്ട് വെറും 50 ബില്ലി എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ പൈസ കൊടുത്താൽ മതി. ഓക്കെ, നമ്മുടെ സ്നോമാനെ കൊല്ലം നോക്കിയതാണ്, ചാവോ എന്തോ എനിക്കെന്നെ അറിയില്ല. ചത്താ മതി. അപ്പം നമ്മുടെ ട്രിപ്പിൾ കട്ടനിൻ്റെ ഒറ്റൊരു ഇതും കൂടി നമ്മൾ അൺലോക്ക് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പേര് പിന്നെ ഞാൻ മറന്നുപോയി, കാരണം ഞാൻ ഇപ്പോൾ ട്രിപ്പിൾ കട്ടൻ എടുക്കാറില്ല, ഞാൻ സേബർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഹൗ ടു ഗെറ്റ് സേബറിന്ന് നോക്കണം, എനിക്ക് നോക്കണം, പക്ഷേ വീഡിയോ ഇടുന്നുണ്ട്, പക്ഷെ പറ്റില്ല. അതുകൊണ്ടാണ്. ഓക്കെ, ഇനി 5 ആൾക്കാർ നമ്മൾ കൊന്നിട്ടുണ്ട്. ഇനി 2 ആളും കൂടിയുള്ളൂ. 2 ബെനിഫിറ്റ് എന്നേ തോന്നുന്നു അതിൻ്റെ പേര്. കറക്റ്റായിട്ട് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ എനിക്ക് കിട്ടുന്നില്ല. പിന്നെ വേറൊരു കാര്യം കൂടി, എല്ലാവർക്കും എത്രത്തോളം നമ്മുടെ ലൈറ്റ് ഫ്രൂട്ട് ഇഷ്ടമാണെന്നുള്ളവർ പറയുക. ഓക്കെ, അതായത് പറയല്ല, നിങ്ങൾ എത്രത്തോളം യെല്ലോ ഹാർട്ട് നമ്മൾ കമൻറ്റ് ബോക്സിലേക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് ലൈറ്റ് ഫ്രൂട്ട് ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ റബ്ബർ ഫ്രൂട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണ്. വൺ പീസിലെ ദ മോസ്റ്റ് ലൂഫിയുടെ പവർഫുൾ ക്യാരക്ടർ എന്നൊക്കെ പറയാം. ലൂഫിയുടെ പവറായിട്ടുള്ള റബ്ബർ ഫ്രൂട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ വൺ പീസ് കാണാറുണ്ട്, എനിക്ക് അങ്ങനെ ഇഷ്ടമായതാണ് റബ്ബർ ഫ്രൂട്ടൊക്കെ. അപ്പോൾ റബ്ബർ ഫ്രൂട്ടിന് ഒരു പിങ്ക് ഹാർട്ട്. അപ്പോൾ ഈ 2 പേരാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എത്രാം ക്ലാസ്സിലായിരുന്നു കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ 2 ഫ്രൂട്ടിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുക. ഓക്കെ, ഇത് റബ്ബർ ഉണ്ട്,
ലൈറ്റും ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റബ്ബർ നയിക്കുക, അല്ലെങ്കിൽ ലൈറ്റ് ഒന്ന് എഴുതി ടൈപ്പ് ചെയ്തയക്കുക, അല്ലെങ്കിൽ ഹാർട്ട് ഷേപ്പിൻ്റെ കളർ ഇതാക്കിയത്. ഇത് ലൈറ്റിൻ്റെ യെല്ലോ കളർ ആയതുകൊണ്ട് യെല്ലോ ഹാർട്ട് നിങ്ങൾ ഒരു 5-6 10 അടിച്ചു വിട്ടോളൂ നിങ്ങൾ. ഓക്കെ, പിന്നെ റബ്ബർ ഫ്രൂട്ടിൻ്റെ പിങ്ക് ആയതുകൊണ്ട് പിങ്ക് കളറുള്ള ഒരു ഹാർട്ട് ഷേപ്പ് അങ്ങോട്ട് അടിച്ച് വിടുക. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.